പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ മാറി മാറി വരുന്ന നിയമങ്ങളും നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കേണ്ട. നമസ്കാരം, ഒമാൻ വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ഫെബ്രുവരി 26. പ്രധാന വാർത്തകൾ. വരും ദിവസങ്ങളിൽ രാജ്യത്തെ വിവിധ ഗവർണറേറ്റുകളിൽ പൊടിക്കാറ്റിന് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. മരുഭൂമി പ്രദേശങ്ങളിലും മസ്കത്ത്, ദോഫാർ, ദാഹിറ, ബുറൈമി ഗവർണറേറ്റുകളിലെ തുറസായ സ്ഥലങ്ങളിലും പൊടിക്കാറ്റിന് സാധ്യതയുണ്ടെന്നും ഒമാൻ മെറ്റീരിയോളജി വിഭാഗം മുന്നറിയിപ്പിൽ പറയുന്നു. പൊടിക്കാറ്റ് ദൂരക്കാഴ്ച കുറയാനിടയാക്കും. വാഹനം ഓടിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശിച്ചു. ഈ വർഷത്തെ ഒമാനിൽ നിന്നുള്ള ഹജ്ജ് സംഘത്തെ ഔക്കാഫ് മതകാര്യ മന്ത്രാലയം ഡയറക്ടർ ജനറൽ സുൽത്താൻ ബിൻ സയീദ് അൽ ഹിനായി നയിക്കും. മന്ത്രാലയം അഡ്മിനിസ്ട്രേറ്റീവ് വൈസ് പ്രസിഡന്റ് ഡോക്ടർ അഹമ്മദ് ബിൻ അലി ബിൻ മുബാറക് അൽ കഅബി അസിസ്റ്റന്റായും സേവനമനുഷ്ഠിക്കുമെന്ന് ഔക്കാഫ് മതകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചു. നഗരത്തിൽ ബ്യൂട്ടി സലൂണുകളിൽ പരിശോധന ആരംഭിച്ച് നഗരസഭ. വിലായത്തിലെ വിവിധ പ്രദേശങ്ങളിലെ സലൂണുകളിലാണ് വനിതകളുടെ പരിശോധനാ സംഘം എത്തിയത്. ബ്യൂട്ടി സലൂണുകളിലും പാർലറുകളിലും നൽകി വരുന്ന സേവനങ്ങളുടെയും ഉപയോഗിക്കുന്ന വസ്തുക്കളുടെയും ഗുണനിലവാരവും പരിശോധിക്കുന്നുണ്ടെന്നും നഗരസഭാ അധികൃതർ പ്രസ്താവനയിൽ അറിയിച്ചു. ഏരിയ KMCC കമ്മിറ്റികളെ പങ്കെടുപ്പിച്ച് മസ്കത്ത് KMCC അൽഖൂദ് ഏരിയ കമ്മിറ്റി സംഘടിപ്പിച്ച രണ്ടാമത് PK അബ്ദുള്ള മാസ്റ്റർ മെമ്മോറിയൽ ഡബിൾസ് ഷട്ടിൽ ബാഡ്മിൻ്റൺ ടൂർണമെൻറ്റിൽ മത്ര ഏരിയ KMCCയുടെ ഷാനിദ്, ഷാനവാസ് ടീം ജേതാക്കളായി. റൂവി ഏരിയ KMCCയുടെ റിയാസ്, ഷിജാസ് ടീം റണ്ണറപ്പായി. പ്രീമിയർ മത്സരത്തിൽ മത്ര ഏരിയ KMCCയുടെ ഷാനിദ്, നൗഫൽ ടീം ജേതാക്കളായി. എറണാകുളം സ്വദേശി ഒമാനിൽ വാഹനാപകടത്തിൽ മരണപ്പെട്ടു. കോതമംഗലം നെല്ലിക്കുഴി കമ്പനിപ്പടിയിൽ താമസിക്കുന്ന സാദിഖാണ് കഴിഞ്ഞ ദിവസം വടക്കൻ ബാത്തിനയിലെ ലിവാസനായിയിൽ വെച്ചുണ്ടായ അപകടത്തിൽ മരിച്ചത്. ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുന്ന മയ്യത്ത് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി നാട്ടിൽ കൊണ്ടുപോകുമെന്ന് KMCC ഭാരവാഹികൾ അറിയിച്ചു. കോതമംഗലം നെല്ലിക്കുഴി കാട്ടുപറമ്പ് ജുമുഅ മസ്ജിദ് ഖബർസ്ഥാനിൽ ഖബറടക്കം നടത്തുമെന്നും ബന്ധപ്പെട്ടവർ അറിയിച്ചു. മഹാരഥന്മാരുടെ അനുസ്മരണങ്ങൾ അവരുടെ യഥാർത്ഥ ചരിത്ര നിലനിൽപ്പിന് അനിവാര്യവും അത്യാവശ്യവുമാണെന്ന് പാണക്കാട് അബ്ദുൽ ഖയ്യൂം ശിഹാബ് തങ്ങൾ പറഞ്ഞു. ICS മസ്കത്ത് ഘടകം സംഘടിപ്പിച്ച ഷംസുൽ ഉലമ കീഴന ഓർ താജുൽ ഉമ സ്വദഖത്തുള്ള മൗലവി, പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ, പാണക്കാട് സയ്യിദ് അബ്ദുൽ ജബ്ബാർ ശിഹാബ് തങ്ങൾ തുടങ്ങിയ മഹത്തുക്കളുടെ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വടക്കൻ ബാത്തിനയിൽ കടൽ വഴി രാജ്യത്തേക്ക് കടത്താൻ ശ്രമിച്ച മയക്കുമരുന്ന് റോയൽ ഒമാൻ പോലീസ് കോസ്റ്റ് ഗാർഡ് വിഭാഗം പിടിച്ചെടുത്തു. ദിവസങ്ങൾക്കിടെ പ്രദേശത്ത് രണ്ടാമത്തെ മയക്കുമരുന്ന് വേട്ടയാണിത്. 120 കിലോഗ്രാം ക്രിസ്റ്റൽ മെത്ത്, 175 മയക്കുമരുന്ന് ഗുളികകൾ, മോർഫിൻ എന്നിവ പിടിച്ചെടുത്തവയിൽ പെടുന്നതായി സൈക്കോട്രോപിക് സബ്സ്റ്റൻസസ് വിഭാഗം അറിയിച്ചു. കഴിഞ്ഞ ദിവസം മറ്റൊരു സംഭവത്തിൽ കടൽ വഴി രാജ്യത്തേക്ക് കടത്താൻ ശ്രമിച്ച 4000 മയക്കുമരുന്ന് ഗുളികകൾ, 232 കിലോഗ്രാം ഹാഷിഷ് എന്നിവ കണ്ടെടുത്തിരുന്നു. പ്രതികൾക്കെതിരെ നിയമ നടപടികൾ പൂർത്തീകരിച്ചു. ഇന്ത്യൻ വലിയുള്ളിക്ക് പിന്നാലെ വെളുത്തുള്ളിക്കും വില കുത്തനെ ഉയർന്നതോടെ വിഭവങ്ങളിൽ ഉള്ളികളുടെ സാന്നിധ്യം പുറത്ത്. മാസങ്ങൾക്കിടെ 2 ഇരട്ടി വരെ നിരക്കുയർന്നു. മിക്ക കടകളിലും ഇന്ത്യൻ വെളുത്തുള്ളി കിട്ടാക്കനിയാണ്. പകരക്കാരനായി ചൈനീസ് വെളുത്തുള്ളി സുലഭമാണെങ്കിലും മലയാളികൾക്കടക്കം ഭക്ഷണം രുചികരമാകണമെങ്കിൽ ഇന്ത്യൻ ഉള്ളി തന്നെ ചട്ടിയിലെത്തണം. കിലോയ്ക്ക് 1 റിയാൽ വരെയാണ് ഇന്ത്യൻ ഉള്ളിക്ക് ഒമാൻ വിപണിയിൽ നിലവിലെ നിരക്ക്. മാസങ്ങൾക്ക് മുമ്പ് ഇത് 400 പൈസയ്ക്ക് വരെ ലഭിച്ചിരുന്നു. ചെറുകിട കടകളിലും ഹൈപ്പർ മാർക്കറ്റുകളിലും വ്യത്യസ്ത നിരക്കാണ് ഈടാക്കുന്നത്. ഒറ്റപ്പെട്ട കടകളിൽ നിരക്ക് കൂടുതലാണ്. റമസാൻ ഓഫർ ഇനങ്ങളുടെ പട്ടികയിൽ ഇത്തവണ ഇന്ത്യൻ വലിയുള്ളിയും വെളുത്തുള്ളിയും പുറത്താണ്. പകരക്കാരനായെത്തുന്ന ചൈനീസ് ഉള്ളിക്കും നിരക്കുയരുകയാണ്. ചൈനീസ് ഉള്ളി തൊലി കളയാൻ എളുപ്പമാണെങ്കിലും രുചിയും മണവും കുറവാണെന്നതാണ് ഇവയ്ക്ക് ആവശ്യക്കാർ കുറയുന്നത്. റെസിഡൻഷ്യൽ ഏരിയകളിലെ കെട്ടിടങ്ങളിൽ വാണിജ്യ പ്രവർത്തനങ്ങൾക്ക് അനുമതി ലഭിക്കുന്ന പ്രദേശങ്ങളുടെ പട്ടികയ്ക്ക് മസ്കത്ത് ഗവർണറേറ്റ് നഗരസഭാ കൗൺസിൽ അനുമതി നൽകി. വിവിധ വിലായത്തുകളിലെ 21 ഏരിയകളിൽ ഇനി താമസ കെട്ടിടങ്ങളിലും വാണിജ്യ പ്രവർത്തനങ്ങൾ നടത്താനാകും.
വാണിജ്യാവശ്യങ്ങൾക്കുള്ള പാർപ്പിട കെട്ടിടങ്ങളുടെ നിയന്ത്രണം പഠിക്കാൻ രൂപവൽക്കരിച്ച സംഘം തയ്യാറാക്കിയ കരട് പ്രമേയം അവലോകനം ചെയ്ത ശേഷമാണ് നഗരസഭ അനുമതി നൽകിയിരിക്കുന്നത്. അംഗീകൃത റെസിഡൻഷ്യൽ സ്ട്രീറ്റുകളിലെ കെട്ടിടങ്ങളുടെ വാണിജ്യപരമായ ഉപയോഗം ലക്ഷ്യമിട്ടാണ് നഗരസഭ അനുകൂല നിലപാട് കൈക്കൊണ്ടിരിക്കുന്നത്. വ്യവസായാന്തരീക്ഷം വികസിപ്പിക്കുന്നതിനും നഗരങ്ങളെ മനുഷ്യവൽക്കരിക്കുന്നതിനും പുതിയ നീക്കം ഗുണം ചെയ്യുമെന്നാണ് നഗരസഭാ അധികൃതർ പ്രതീക്ഷിക്കുന്നത്. കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പ് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന സമന്വയ വിദ്യാഭ്യാസ കലാലയമായ ജാമിയ അൽ മഖർ ഒമാൻ നാഷണൽ കമ്മിറ്റി പുനഃസംഘടിപ്പിച്ചു. മത, സാമൂഹിക, സാംസ്കാരിക, ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ വേറിട്ട പദ്ധതികളാണ് സ്ഥാപനം മുന്നോട്ട് വയ്ക്കുന്നത്. യത്തീംഖാന, അഗതി മന്ദിരം, ഹിഫ്ളുൽ ഖുർആൻ കോളേജ്, ശരീഅത്ത് കോളേജ്, ദഅവ കോളേജ്, സിദ്റ അക്കാദമി, സ്നേഹഭവൻ തുടങ്ങി അനേകം സ്ഥാപനങ്ങളിലായി 2000-ഓളം വിദ്യാർത്ഥികൾക്കും അവശത അനുഭവിക്കുന്നവർക്കും സ്ഥാപനം അന്നവും അറിവും നൽകുന്നു. അൽ ഖുവൈർ CM മദ്രസയിൽ സംഘടിപ്പിച്ച വാർഷിക സംഗമത്തിലും ദുആ മജ്ലിസിനും അൽ മഖർ കേന്ദ്ര കമ്മിറ്റി അംഗം സയ്യിദ് സഅദുദ്ദീൻ തങ്ങൾ വളപട്ടണം നേതൃത്വം നൽകി. ഇബ്രാഹിം ബാഖവി ചുഴലി അധ്യക്ഷത വഹിച്ചു. ഹജ്ജ് സർവീസ് വാഗ്ദാനം ചെയ്യുന്ന വ്യാജ കമ്പനികൾക്കെതിരെ മുന്നറിയിപ്പുമായി ഔഖാഫ് മതകാര്യ മന്ത്രാലയം. സാമൂഹിക മാധ്യമങ്ങൾ വഴി ഇത്തരം കമ്പനികൾ പരസ്യങ്ങൾ നൽകുന്നത് ശ്രദ്ധയിൽപ്പെട്ടതായും എന്നാൽ ഇവ മന്ത്രാലയത്തിന്റെ ലൈസൻസ് ഇല്ലാത്തവയാണെന്നും അധികൃതർ അറിയിച്ചു. ഹജ്ജ് സേവനങ്ങൾ നൽകുന്ന ഔദ്യോഗിക കമ്പനികളുടെ വിവരങ്ങൾ മന്ത്രാലയം വെബ്സൈറ്റിൽ നിന്നും ലഭിക്കും. അംഗീകൃത കമ്പനികൾ വഴിയുള്ള സേവനങ്ങൾ മാത്രമേ ഉപയോഗപ്പെടുത്താവൂ എന്നും മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു. 13,586 പേർക്കാണ് ഒമാനിൽ നിന്ന് ഈ വർഷം പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിനായി അവസരം ലഭിച്ചത്. തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് കഴിഞ്ഞ ദിവസം മന്ത്രാലയം സന്ദേശം കൈമാറിയിരുന്നു. ഔഖാഫ് മതകാര്യ മന്ത്രാലയത്തിൽ നിന്ന് സന്ദേശം ലഭിച്ചവർ ഹജ്ജ് കമ്പനികൾ വഴി ഇലക്ട്രോണിക് പേയ്മെന്റ് സംവിധാനത്തിലൂടെ 50% തുക അടയ്ക്കണം. സ്വദേശികൾക്കും വിദേശികൾക്കുമുള്ള സേവന നിരക്കുകൾ കഴിഞ്ഞ ദിവസം ഔഖാഫ് മതകാര്യ മന്ത്രാലയം പ്രഖ്യാപിച്ചിരുന്നു. അതേസമയം രജിസ്ട്രേഷൻ സമയത്ത് രേഖകളും കൈമാറേണ്ടതുണ്ട്. തുടർന്നുള്ള മാസങ്ങളിൽ വാക്സിനേഷൻ ഉൾപ്പെടെയുള്ള മുന്നൊരുക്കങ്ങൾക്കും അധികൃതരിൽ നിന്ന് നിർദ്ദേശം ലഭിക്കും. മസ്കത്ത് KMCC കോട്ടയം ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കുടുംബസംഗമവും കൺവെൻഷനും സംഘടിപ്പിച്ചു. മബേല 7 Dest റെസ്റ്റോറന്റ് ഹാളിൽ നടന്ന പരിപാടി കേന്ദ്ര കമ്മിറ്റി സെക്രട്ടറി ഷാനവാസ് മൂവാറ്റുപുഴ ഉദ്ഘാടനം ചെയ്തു. കോട്ടയം ജില്ലാ പ്രസിഡന്റ് ഷാ റസാഖ് എരുമേലി അധ്യക്ഷത വഹിച്ചു. കുട്ടികളുടെ കലാകായിക മത്സരങ്ങളും ഗെയിമുകളും പരിപാടിയുടെ ഭാഗമായി അരങ്ങേറി. സ്ട്രെസ്സും കുടുംബജീവിതവും എന്ന വിഷയത്തിൽ ഡോക്ടർ ജാസ്മിൻ നിഷാദ് നയിച്ച പഠന ക്ലാസും ശ്രദ്ധേയമായി. 25 വർഷത്തോളം മുസ്ലിം ലീഗ് കോട്ടയം ജില്ലാ കമ്മിറ്റി അംഗവും ഭാരവാഹിയും കങ്ങഴ സർവീസ് സഹകരണ ബാങ്കിന്റെ വൈസ് പ്രസിഡന്റുമായിരുന്ന KU ഇസ്മായിലിനെയും ദീർഘകാലമായി മസ്കത്തിലെ പ്രവാസിയും അൽഖൂദ് ഏരിയ KMCC രക്ഷാധികാരിയുമായ ഷാഹുൽ ഹമീദിനെയും ആദരിച്ചു. കോട്ടയം ജില്ലാ ജനറൽ സെക്രട്ടറി നൈസാം ഹനീഫ് സ്വാഗതവും ട്രഷറർ ഫൈസൽ മുഹമ്മദ് വൈക്കം നന്ദിയും പറഞ്ഞു. ഈ മാസം 27 മുതൽ ആരംഭിക്കുന്ന മസ്കത്ത് ഷാർജ മുവാസലാത്ത് ബസ് സർവീസ് യാത്രാ റൂട്ട് പുറത്തുവിട്ടു. അസൈബയിലെ മുവാസലാത്ത് ബസ് സ്റ്റേഷനിൽ നിന്ന് പുറപ്പെടുന്ന ബസ് മസ്കത്ത് ബുർജ് അൽ സഹ്വ ബസ് സ്റ്റേഷൻ, മബേല ബസ് സ്റ്റേഷൻ, സുഹാർ ബസ് സ്റ്റേഷൻ, ഷിനാസ് മുവാസലാത്ത് ഫെറി വോഫ്, ഖൽബ ബസ് സ്റ്റോപ്പ്, ഖൽബ കോർണിഷ് പാർക്ക്, ഫുജൈറ, ഷാർജ ഇൻഡസ്ട്രിയൽ ഏരിയ 4 വഴി ഷാർജ അൽ ജുബൈൽ ബസ് സ്റ്റേഷനിലെത്തും. 10 റിയാലാണ് ടിക്കറ്റ് നിരക്ക്. 7 കിലോ ഹാൻഡ് ബാഗും 23 കിലോ ലഗേജും അനുവദിക്കും. പ്രതിദിനം 2 സർവീസുകൾ വീതം നടത്തും. പുലർച്ചെ 6:30 അസൈബയിൽ നിന്ന് പുറപ്പെടുന്ന ബസ് ഉച്ചതിരിഞ്ഞ് 3:40 വൈകുന്നേരം 4:30 പുറപ്പെടുന്ന ബസ് അർദ്ധരാത്രി 1:10 അൽ ജുബൈൽ സ്റ്റേഷനിൽ എത്തും. അൽ ജുബൈലിൽ നിന്ന് പുലർച്ചെ 6:30 പുറപ്പെടുന്ന ബസ് ഉച്ചയ്ക്ക് 2:30 വൈകുന്നേരം 4 പുറപ്പെടുന്ന ബസ് രാത്രി 11:50 അസൈബ സ്റ്റേഷനിലെത്തും. ബോർഡറിലെ നടപടിക്രമങ്ങൾ വേഗത്തിലാക്കാൻ ബസ്സുകൾക്ക് പ്രത്യേക റൂട്ട് അനുവദിക്കും. യാത്രക്കാർക്ക് ഒമാൻ മുവാസലാത്തിന്റെ നേരിട്ടുള്ള ഇലക്ട്രോണിക് ബുക്കിംഗ് പ്ലാറ്റ്ഫോം വഴിയോ ഇരു രാജ്യങ്ങളിലെയും ബസ് സ്റ്റേഷനുകളിലുള്ള സെയിൽസ് ഔട്ട്ലെറ്റുകൾ വഴിയോ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ കഴിയും. നാളെ മുതൽ മസ്കത്ത് ഷാർജ സർവീസ് കൂടി ആരംഭിക്കുന്നതോടെ ഒമാൻ UAE ബസ് സർവീസ് കൂടുതൽ എളുപ്പമാകും. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ ഇവിടെ പൂർണ്ണമാവുന്നു. കൂടുതൽ ഒമാൻ വാർത്തകളും വിശേഷങ്ങളുമായി നാളെ വീണ്ടും കാണാം. നമസ്കാരം.